വലിയ ചില രഹസ്യങ്ങൾ പുറത്തു വരികയാണ്. 3 തരികിട മുഖ്യമന്ത്രിമാരിൽ 2 പേർ രാഷ്ട്രീയത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയാണ്. ഇനി ഒരാൾ മാത്രം ബാക്കി. ആദ്യം ചന്ദ്രശേഖർ റാവു പോയി തെലങ്കാനയിൽ നിന്ന്. ഇപ്പോൾ ദില്ലിയിൽ നിന്ന് കെജ്രിവാളും തോറ്റ് തൊപ്പിയിട്ടു. ഇനി കേരളത്തിലെ പിണറായി വിജയൻ മാത്രം പുറത്തു പോകാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ടും BJP അതിന് സമ്മതിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ അതിനുള്ള സാധ്യതയും പാലക്കാട്ടെ മദ്യ കുംഭകോണത്തോടെ കാണുന്നുണ്ട്. BJPക്കെതിരെ ഇന്ത്യ മുന്നണി കെട്ടിപ്പടുക്കുമ്പോൾ അതിൽ ഞങ്ങളില്ലെന്നും പറഞ്ഞ് തെലങ്കാനയിലെ കമ്മത്ത് പ്രത്യേക യോഗം ചേർന്ന 3 മുഖ്യമന്ത്രിമാരുടെ തട്ടിപ്പ് ഓരോന്നായി ഇപ്പോൾ പുറത്തു വരികയാണ്. അതിനോടൊപ്പം തന്നെ അവർ നിലം പതിക്കുകയുമാണ്. ഏതായാലും രാജ്യത്തിന്നുവരെ ഉണ്ടായതിൽ വെച്ച് ഏറ്റവും വലിയ അഹങ്കാരികൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഇന്നുള്ളൂ. അത് കെജ്രിവാളിന്റെ ആം ആദ്മി പാർട്ടിയായിരുന്നു. അതിന്റെ ശിക്ഷയാണ് ഇന്ന് ലഭിച്ചത്. BJP ആയിരുന്നില്ല അവരുടെ യഥാർത്ഥത്തിലെ ലക്ഷ്യം. കോൺഗ്രസ് ആയിരുന്നു അവർക്ക് തകർക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ പാർട്ടി. കോൺഗ്രസിന്റെ വോട്ടുകൾ നേടിക്കൊണ്ട് അധികാരത്തിലെത്തിയ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിന്റെ തകർച്ച മാത്രമാണ് സ്വപ്നം കൊണ്ടത്. BJPയെ ഒരു എതിരാളിയാക്കി വെച്ച് കോൺഗ്രസിന്റെ വോട്ടുകളും കോൺഗ്രസിന്റെ പഴയ രീതികളും ഇങ്ങെടുത്ത് BJPയെ നേരിടാൻ ഇന്ത്യയിൽ 2 പാർട്ടിയായി മാറാം എന്നുള്ള ഒരൊറ്റ ലക്ഷ്യവുമായിട്ടാണ് അരവിന്ദ് കെജ്രിവാൾ രാഷ്ട്രീയം നയിച്ചത്. ഒന്നിൽ നിന്ന് 2 സംസ്ഥാനങ്ങളിലേക്ക് അധികാരം പിടിക്കുമ്പോൾ കോൺഗ്രസിനും മുകളിലായി തങ്ങൾ മാറി എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നിരിക്കുന്നു. അതിന്റെ അഹങ്കാരത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് ദില്ലിയിൽ കണ്ടത്. അരവിന്ദ് കെജ്രിവാൾ എന്ന രാഷ്ട്രീയ നേതാവും AAPയും അപ്രത്യക്ഷമാകാൻ പോവുകയാണ്. അതുവഴി കോൺഗ്രസിന് ബദലായി ഈ രാജ്യത്തൊരു പ്രബല കക്ഷിയാകാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു അരവിന്ദ് കെജ്രിവാൾ. പക്ഷേ അധികാരമോഹവും അധിക ആത്മവിശ്വാസവും അവരെ ദില്ലിയിൽ തന്നെ കുഴിച്ചുമൂടി എന്ന് വേണമെങ്കിൽ പറയാം. സ്വന്തം കാര്യം മാത്രം നോക്കി രാഷ്ട്രീയം നടത്തുന്ന കെജ്രിവാളിന്റെ നടപടികളെല്ലാം നമുക്കറിയാം. ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ ഏകദേശം 26ഓളം രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് വളരെയധികം ആത്മവിശ്വാസത്തോടെ BJP എന്ന ഒരു വർഗീയ ഫാസിസ്റ്റ് ശക്തിയെ ഇന്ത്യയുടെ മണ്ണിൽ നിന്നും തകർത്തെറിയാമെന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി പല വലിയ നേതാക്കളും ഇരുന്ന് ഇന്ത്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ തങ്ങൾ അതിനേക്കാളും മുകളിൽ എന്ന് കരുതി ആദ്യം മാറി നിന്നവരാണ് ഇവർ. അവസാനം BJP സർക്കാർ പിടിച്ച് അകത്തിടും എന്നാകുമ്പോഴാണ് പ്രതിപക്ഷ ഐക്യത്തിനൊപ്പം അരവിന്ദ് കെജ്രിവാളും വന്നു ചേർന്നത്. അദ്ദേഹത്തിന്റെ ആം ആദ്മിയും ഒപ്പം കൂടിയത്. അതിനിടയിൽ തന്നെ ഇന്ത്യ മുന്നണിയെ പൊളിക്കാൻ വേണ്ടി പിണറായി വിജയൻ, ചന്ദ്രശേഖർ റാവു എന്നിവരോടൊപ്പം ചേർന്ന് തെലങ്കാനയിലെ കമ്മത്ത് വെച്ച് ഒരു സമ്മേളനം വിളിച്ചു. അതാണ് യഥാർത്ഥ 3ാം മുന്നണി എന്നവർ അവിടെ നിന്നും പ്രഖ്യാപിച്ചു. മദ്യനയം വഴി കോടികൾ മുക്കാൻ പദ്ധതിയിട്ട ഇവർ നരേന്ദ്രമോദിയെയും BJPയെയും തൃപ്തിപ്പെടുത്താനായിരുന്നു ആ യോഗം വിളിച്ചത് എന്നുള്ള രഹസ്യം ഇപ്പോൾ പുറത്തു വരികയാണ്. അതുവഴി 3ാം മുന്നണി ഉണ്ടാക്കുക വഴി BJPക്ക് എളുപ്പം ജയിച്ചു കയറാനുള്ളൊരു വഴിയാണ് അവർ കമ്മത്ത് വെച്ച് തുറന്നു കൊടുക്കാൻ പോയത്. പക്ഷെ ഇവരുടെ കെണിയിൽ BJP വീണില്ല. അവരുടെ ലക്ഷ്യം ദില്ലിയായിരുന്നു. അതവർ നേടിയെടുത്തു. പെരുങ്കള്ളന്മാർ ഓരോന്നായി ഇപ്പോൾ വീഴുകയാണ്. മദ്യനയം വഴി പണം ഉണ്ടാക്കാൻ ഒന്നിച്ച 3 മുഖ്യമന്ത്രിമാരിൽ 2 പേർ അങ്ങനെ വീണിരിക്കുന്നു. മകളെ ഉപയോഗിച്ച് ദില്ലി മദ്യനയ കേസിൽ പെട്ട കവിത ചന്ദ്രശേഖർ റാവുവിന്റെ മകളാണ്. അവരുമായി ബന്ധപ്പെട്ട് കോടികളുടെ അഴിമതിയാണ് പുറത്തു കൊണ്ടുവന്നത്. അവരാണ് തിഹാർ ജയിലിൽ മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കിടന്നത്. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അതേ കേസിൽ തന്നെ അരവിന്ദ് കെജ്രിവാളും 5 മാസത്തിലേറെ ശിക്ഷ അനുഭവിച്ചു. അതുപോലെ തന്നെ AAPയുടെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും കവിതയും ഒപ്പം തിഹാർ ജയിലിൽ ഉണ്ടായിരുന്നു. ഇങ്ങനെ ആ 2 പാർട്ടികൾക്കൊപ്പം 3ാമതായി പിണറായി വിജയനും മദ്യനയ കേസിൽ പെടാൻ പോവുകയാണ്. അങ്ങനെ ചന്ദ്രശേഖർ റാവുവിനെ കൂടാതെ സ്വന്തം മദ്യനയം കൊണ്ട് കോടികൾ ഉണ്ടാക്കുക മാത്രമല്ല അകത്ത് കിടക്കുക കൂടി ചെയ്ത അരവിന്ദ് കെജ്രിവാളും അതേ ഏജൻസിക്ക് മദ്യകരാർ നൽകി മദ്യനയം പരിഷ്കരിച്ച് പണി തുടങ്ങിയ പിണറായി വിജയനും അവസാനം ഇതേ ഗതി തന്നെയാണ് വരാൻ പോകുന്നത്. നമുക്കറിയാം, ഈ മദ്യനയ കേസിൽ മാത്രമല്ല ഇവർ ഒന്നിച്ചത്, ഇന്ത്യ മുന്നണിയെയും കോൺഗ്രസിനെയും തകർക്കാൻ വേണ്ടി ഏറ്റവും അധികം, ഒരുപക്ഷെ BJPയെക്കാളും അധികം തങ്ങൾക്ക് ഗുണം ലഭിക്കുമെന്ന് കരുതി കോൺഗ്രസിനെ തകർക്കാൻ ഇറങ്ങിയവരാണ് ആദ്യം ആം ആദ്മി പാർട്ടിയും പിന്നീട് തെലങ്കാനയിലെ ചന്ദ്രശേഖർ റാവുവിന്റെ TRSഉം അതുപോലെ കേരളത്തിലെ പിണറായി വിജയന്റെ CPMഉം.
അതിൽ 2 മുഖ്യമന്ത്രിമാർ നിലം പതിച്ചിരിക്കുന്നു. ഇനി അടുത്തതായി കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഊഴം.